بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا. اللهم صل وسلم على نبينا وحبيبنا وسيدنا محمد وعلى آله الطيبين الطاهرين وعلى أزواجه الطاهرات أمهات المؤمنين وعلى أصحابه الأكرمين ومن تبعهم بإحسان إلى يوم الدين. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. കേരള നദവത്തുൽ മുജാഹിദീൻ മർക്കസുദ് ദഅവയുടെ ആദർശത്തെ സംബന്ധിച്ചാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ലോകത്ത് കടന്നുപോയിട്ടുള്ള വിവിധ സമൂഹങ്ങളിലേക്ക് അമ്പിയാക്കളെയും മുർസലീങ്ങളെയും ഒക്കെ നിയോഗിച്ചുകൊണ്ട് എന്താണോ ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത്, പരിശുദ്ധ ഖുർആൻ എന്താണോ മുന്നോട്ട് വെക്കുന്നത്, ആ ആദർശത്തിൽ നിന്ന് ഒരു കണിക പോലും വ്യത്യാസമില്ലാതെ കൃത്യവും കണിശവുമായിട്ടുള്ള ആദർശം മുറുകെ പിടിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പേരാണ് കേരള നദവത്തുൽ മുജാഹിദീൻ മർക്കസുദ് ദഅവ എന്നുള്ളത്. അതിൻ്റെ ആശയം എന്ന് പറയുന്നത് പുതുതായി എവിടെയെങ്കിലും യോഗം കൂടി ഉണ്ടാക്കിയ ഒന്നല്ല. അതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. ആരാധനക്ക് അർഹനായിക്കൊണ്ട് അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെയില്ല എന്നുള്ളത്. അതാണ് ലോകത്ത് കടന്നു വന്നിട്ടുള്ള അമ്പിയാക്കൾ മുർസലീങ്ങൾ പ്രബോധനം ചെയ്തിട്ടുള്ളത്. അവ്വലുർ റുസുൽ എന്ന് ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ പ്രബോധന ദൗത്യവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ അനവധി അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമി, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നാം അയച്ചു. ഫഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ്, അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, എൻ്റെ സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ. മാ ലകും മിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ, ആ റബ്ബുൽ ഇസ്സത്ത് അല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനില്ല, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? അഥവാ അഫലാ തഅബ്ദൂനല്ലാഹ വഹ്ദ, ഏകനായ അല്ലാഹുവിനെ മാത്രം നിങ്ങൾക്ക് ആരാധിച്ചുകൂടെ എന്നാണ് വിശുദ്ധ ഖുർആൻ ആ പ്രവാചകന്റെ മഹനീയമായിട്ടുള്ള ദഅവത്തി പ്രവർത്തനത്തിലെ മഹനീയമായിട്ടുള്ള ഏട് പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. അങ്ങനെയാണ് എല്ലാ പ്രവാചകന്മാരും. മഹാനായ നൂഹ് നബി മാത്രമല്ല, വഇലാ ആദിൻ അഖാഹും ഹൂദാ, ആദ് സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട അവരുടെ സഹോദരനായിട്ടുള്ള ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ്, അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, ഉബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ. മാ ലകും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ആരാധ്യനില്ല എന്ന്. വഇലാ സമൂദ അഖാഹും സ്വാലിഹാ, സമൂദ് ഗോത്രത്തിലേക്ക് സ്വാലിഹ് നബിയെ നിയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു, ഫഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ് മാ ലകും മിൻ ഇലാഹിൻ ഗൈറു
നിങ്ങൾക്ക് അല്ലാഹുവല്ലാതെ യാതൊരു ആരാധ്യനുമില്ല, അതുകൊണ്ട് നിങ്ങൾ അവനെ ആരാധിക്കുക. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദ് 11-ാമത്തെ അധ്യായമാണ്. എത്രയോ പ്രവാചകന്മാരുടെ സംഭവ ബഹുലമായിട്ടുള്ള പ്രബോധന ചരിത്രം അതിൽ എണ്ണി എണ്ണി പറയുകയാണ്. ഓരോ പ്രവാചകന്മാരും ഒന്നാമതായിട്ട് ലോകത്തെ പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്ക് തരപ്പെട്ടവൻ അല്ലാഹു മാത്രമാണ് എന്നുള്ള മഹനീയമായ തത്വമാണ്. അതുകൊണ്ട് കേരള നദവത്തുൽ മുജാഹിദീൻ മർകസുദ് ദഅവയുടെ ഒന്നാമത്തെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രഥമവും പ്രധാനവുമായിട്ടുള്ള അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്, അതിൻ്റെ നാരായ വേരെന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധന അല്ലാഹുവിന് മാത്രമാണ് എന്നുള്ളതാണ്. ജിന്നിനോടല്ല, മലക്കിനോടല്ല, അമ്പിയാക്കളോടല്ല, ഔലിയാക്കളോടല്ല, കല്ലിനോടല്ല, മരത്തിനോടല്ല, അതുപോലെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം മൂർത്തികളുണ്ട്, ശക്തികളുണ്ട്, അവക്കൊന്നുമല്ല, മറിച്ച് അണ്ടകടാഹങ്ങളുടെ അധിപനായിട്ടുള്ള, സർവശക്തനായിട്ടുള്ള, ജഗന്നിയന്താമായിട്ടുള്ള, മലിക്കുൽ ജബ്ബാറായിട്ടുള്ള അല്ലാഹുവിന് മാത്രം, അവന് മാത്രമേ ആരാധനകൾ സമർപ്പിക്കാവൂ. അതാണ് പ്രിയമുള്ളവരെ ലോകത്ത് എല്ലാ പ്രവാചകന്മാരും പരിശുദ്ധ ഖുർആനിന്റെ 21-ാം അധ്യായം അൽ അംബിയ എന്ന് പറയും, പ്രവാചകന്മാർ എന്ന് പറയുന്ന അധ്യായം, അതിൻ്റെ 50-ാമത്തെ അതിൻ്റെ 25-ാമത്തെ സൂക്തം, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നബിയോട് പറയാ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഓ പ്രവാചകരെ, അങ്ങയുടെ മുമ്പുള്ള ഈ ലോകത്തേക്ക് അയക്കപ്പെട്ട സകലമാന അമ്പിയാക്കളും മുർസലീങ്ങളും അവർക്ക് നാം വഹി നൽകിയിട്ടുണ്ട്. എന്താണ് ആ വഹി എന്നറിയുമോ? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, നിശ്ചയം കാര്യം ആരാധനക്ക് അവകാശപ്പെട്ടവൻ അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെയില്ല, അതുകൊണ്ട് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വഹി നൽകിക്കൊണ്ടാണ് ഈ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും ലോകത്തോട് പ്രബോധനം ചെയ്തത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല, അതിൻ്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റുകളില്ല, അതിൻ്റെ കാര്യത്തിൽ നീക്കുപോക്കില്ല. കണിശമായിട്ടുള്ള, കർക്കശമായിട്ടുള്ള ഒരു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ, കേരള നദവത്തുൽ മുജാഹിദീൻ മർകസുദ് ദഅവയുടെ മുഖമുദ്ര, അതിൻ്റെ മുദ്രാവാക്യം, അതിൻ്റെ സവിശേഷത എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം രൂപീകരിച്ചത്? കുറേ സംഘടനകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. സമസ്തക്കാര് 6-7 ഒക്കെ സമസ്തക്കാരില്ലേ? AP ഉണ്ട്, EK ഉണ്ട്, സംസ്ഥാനമുണ്ട്, ദക്ഷിണ കേരളയുണ്ട്, കരുവട്ടൂരികളുണ്ട്, അതുപോലെ ഖാദിമുസ്സുന്ന എന്ന് പറയുക, അങ്ങനെ ഒരുപാട് സമസ്തക്കാരുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, തബ്ലീഗുണ്ട്, അങ്ങനെ വിവിധ സംഘടനകളുണ്ട്. കേരള നദവത്തുൽ മുജാഹിദീൻ മർകസുദ് ദഅവ എന്തിന് നിലകൊള്ളുന്നു എന്ന് ചോദിച്ചാൽ, ശുദ്ധമായ തൗഹീദ്, തങ്കം പോലെയുള്ള സ്വർണം, തങ്കം പോലെയുള്ള വിശുദ്ധമായിട്ടുള്ള ഒരു വെള്ള വസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ശുഭ്രവസ്ത്രം, അതിൽ ഒരു ചെറിയ ഡോട്ട് പോലുമില്ല, സമ്പൂർണമായിട്ടുള്ള വെള്ള വസ്ത്രം. അതുപോലെ പരിപാവനമായ, പരിശുദ്ധമായിട്ടുള്ള തൗഹീദ് അത് നെഞ്ചേറ്റിയിട്ടുള്ള മഹനീയമായ പ്രസ്ഥാനമാണ് കേരള നദവത്തുൽ മുജാഹിദീൻ മർകസുദ് ദഅവ എന്നുള്ളത്. അത് പ്രബോധനം ചെയ്യുവാൻ എല്ലാ അർത്ഥത്തിലും പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മുന്നോട്ട് വെക്കുന്ന ആ ഒരു ആദർശം, തൗഹീദ്, ഏകദൈവ വിശ്വാസം, അത് കലർപ്പില്ലാതെ, വെള്ളം ചേർക്കലില്ലാതെ, വിട്ടുവീഴ്ചയില്ലാതെ കൃത്യമായി പ്രബോധനം ചെയ്യുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം, KNM മർകസുദ് ദഅവ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, ഈ ശുദ്ധമായ തൗഹീദ് പറയുവാൻ വേണ്ടിയാണ് ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത്, അതല്ലാതെ അധികാര കസേരകൾക്ക് വേണ്ടിയല്ല. സംഘടനകൾ, ഒരുപാട് സംഘടനകളുണ്ട്, അങ്ങനെ ഒരു സംഘടനയ്ക്ക് വേണ്ടിയുള്ള സംഘടനയല്ല.
ഈ രാജ്യത്തിൻ്റെ അധികാരം കൈയാളുന്ന MP-യോ MLA-യോ മന്ത്രിയോ ആകുന്നതിന് വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ആദർശം, അള്ളാഹുവിൻ്റെ വഹദാനിയത്ത്, അള്ളാഹുവിൻ്റെ തൗഹീദ് അത് പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത്. അപ്പോൾ ആളുകൾക്ക് സംശയം തോന്നും, ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഇല്ലേ എന്ന്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് എന്തിനാ? അതിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത് എന്താ? ഹുകൂമത്തെ ഇലാഹിയാണ്, ദൈവിക രാജ്യം സ്ഥാപിക്കലാണ്. അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, അവർക്ക് തൗഹീദ് വലിയ പ്രധാന വിഷയമല്ല. അവർക്ക് നമസ്കാരം, അതുപോലെയുള്ള ഫളായിലുകൾ, ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ശ്രേഷ്ഠതകൾ പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കലാണ് അവരുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. അതുപോലെ ഓരോ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നിങ്ങൾ എടുത്തു നോക്കൂ. അവരും ഖുർആനിക ആദർശവും തമ്മിൽ ഒരുപാട് അകൽച്ചയുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. ഞാൻ വളരെ വ്യക്തമായി കൊണ്ട് സൂചിപ്പിക്കുന്നു, പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് അവർ അധിക പേരും അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണെന്നാണ്. അത് ഇന്ന് നിങ്ങൾ നോക്കൂ, ഇവിടെ സമസ്തക്കാരെ കുറിച്ച് പറഞ്ഞു, മറ്റുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞു, അവരുടെയൊക്കെ വിശ്വാസങ്ങൾ എത്രമാത്രം അധപ്പതിച്ചിട്ടുണ്ട്. ഇപ്പോൾ CM-നെ കുറിച്ച് പറയുന്ന കാര്യം, CM വലിയുള്ള എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് അദ്ദേഹം മുദബ്ബിറുൽ ആലമാണെന്ന് പറഞ്ഞു, അദ്ദേഹം പടച്ചോനാണെന്ന് പറഞ്ഞു. പടച്ചോനാണ് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയും പാട്ടെഴുതുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നാഥാ ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണത്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. സൂറത്തുൽ ജിന്നിൽ ഒരു വചനമാണ്. അറബി ഭാഷ അല്പമെങ്കിലും അറിയുന്ന ആളുകൾക്ക് അറിയാം. ഖുൽ പ്രവാചകരെ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ രക്ഷിതാവിനെ മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, റബ്ബിനെ മാത്രം. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല. അപ്പം ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ KNM മർക്കസ് ദഅവയുടെ അടിത്തറ എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല സംഘങ്ങളുണ്ട്, പല സംഘടനകളുണ്ട്. അവരുടെ വിശ്വാസങ്ങൾ എന്താ? ഒരു വിഭാഗം പറയുന്നു കൂടോത്രം ഫലിക്കും എന്ന് വിശ്വസിക്കുന്നു. അവർ പ്രചരിപ്പിക്കുന്നു, മിമ്പറിൽ കയറി ഖുതുബ നടത്തുന്നു. എന്താ പറയുന്നത്? കൂടോത്രം ഫലിക്കും എന്നുള്ളത്, സിഹിർ ഫലിക്കും എന്നുള്ളത്. എത്രമാത്രം അബദ്ധ ജടിലമായിട്ടുള്ള അന്ധവിശ്വാസമാണത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങേറ്റം അബദ്ധമല്ലേ? നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, മാരണം ഫലിക്കുക, കൂടോത്രം ഫലിക്കുക എന്ന് പറഞ്ഞാ, ഇപ്പോ പിശാചിനെ ഉപയോഗിച്ചുകൊണ്ട് നിഗൂഢമായ മാർഗത്തിലൂടെ ഈ മന്ത്രവാദി ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ദ്രോഹം ചെയ്യുന്ന കാര്യമാണല്ലോ ഈ സിഹർ എന്ന് പറയുന്നത്. അതിന് ഫലമുണ്ടെന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ ഖുർആനിനെതിരാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. അതായത് സൂറത്തുർ റഅദ് വിശുദ്ധ ഖുർആനിലെ 13-ാമത്തെ അധ്യായമാണ്. അതിലെ 13-ാമത്തെ സൂക്തം, അതിൽ പറയാണ്, വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈ. ഈ ആയതിൻ്റെ അർത്ഥം എന്താ അറിയുന്നത്? അള്ളാഹുവിന് പുറമേ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികളുണ്ടല്ലോ, ലാ യസ്തജീബൂന ലഹും ബിശൈ, ഒട്ടും ഉത്തരം ചെയ്യൂല എന്നാണ് പറയുന്നത്. അള്ളാഹുവിന് പുറമെ ആരോട് പ്രാർത്ഥിച്ചാലും അവരൊട്ടും ഉത്തരം ചെയ്യൂല എന്നാണ്. അപ്പോൾ ഇവിടെ പിശാചിന് എന്താണ്? പിശാചിനെ സേവിക്കാൻ, പിശാചിനെ പൂജിക്കാൻ. എന്തിനു വേണ്ടി? മാരണത്തിന് വേണ്ടിയിട്ട് പിശാചിനോട് സഹായം തേടാൻ. ഈ കൂടോത്രത്തിനും ആഭിചാരത്തിനും സിഹറിനുമൊക്കെ പിശാചിനെ ആരാധിക്കുന്നു, പിശാചിനോട് സഹായം തേടുന്നു. അങ്ങനെയാണ് ഇവർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നത് എന്നാണ്. അപ്പം എന്താ വരുന്നത്? പിശാച് ഉത്തരം ചെയ്യാണ്. ഇവരുടെ
ഇബാദത്തിന്, ഇവരുടെ ആരാധനയ്ക്ക് പിശാച് ഉത്തരം ചെയ്യുന്നു എന്ന് വരുന്നു. മനസ്സിലാകുന്നുണ്ടോ? വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈ. പടച്ച റബ്ബിന് പുറമെ ആരോടൊക്കെ വിളിച്ചു തേടുന്നുവോ അവർ ഒട്ടും ഉത്തരം ചെയ്യൂല. വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. ഇവർ വിശ്വസിക്കുന്നതോ പിശാചിനെ പൂജിച്ചാൽ കോഴിത്തലയും മാട്ടിൻ തലയും അലറിപ്പൂവും കോഴിമുട്ടയിൽ കള്ളി വരച്ചും നാളികേരത്തിൽ കള്ളി വരച്ചും ആ രൂപത്തിൽ ചെയ്യുന്ന മാരണം ആ പിശാചിനെ ഉപയോഗിച്ചുകൊണ്ട് ആണ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ ആ പിശാച് ഇവരുദ്ദേശിക്കുന്ന ആൾക്ക് ഉപദ്രവം ചെയ്യുന്ന. അപ്പോൾ പിശാച് ഈ പ്രാർത്ഥനയ്ക്ക്, ആരാധനയ്ക്ക്, പൂജയ്ക്ക് ഉത്തരം ചെയ്യുന്നു എന്ന് വരുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു അല്ലാഹ് മാത്രമേ ഉത്തരം ചെയ്യുള്ളൂ, അല്ലാഹുവിന് പുറമെ ഒരാളും ഒട്ടും ഉത്തരം ചെയ്യൂല എന്ന് പറയുന്നു. ഖുർആനിന് നേരെ വിരുദ്ധം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ CD ഇട്ടവറുകാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ വിശ്വാസം എന്താ? സിഹിർ ഫലിക്കുന്നു മാത്രമല്ല, അവരുടെ ജമിയത്തുൽ ഉലമ ആധികാരികമായിട്ട് എഴുതി പ്രസിദ്ധീകരിച്ചു. അവര് സമ്മേളനങ്ങളിൽ പ്രസംഗിക്കുന്നു, അവരുടെ പ്രസിദ്ധീകരണങ്ങൾ രേഖപ്പെടുത്തുന്നു. നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ? നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഈ കൂടോത്രം എന്ന് പറയുന്നത് പിശാചിനെ സേവിച്ചും പൂജിച്ചും കീഴ്പ്പെടുത്തിയുമൊക്കെ ഗൂഢപ്രവർത്തനങ്ങളിലൂടെയുള്ള ഈ സിഹിർ എന്ന് പറയുന്നത് കടുത്ത ശിർക്കാണ് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രവാചകന് സിഹിർ ബാധിച്ചു എന്ന് പറയാറുണ്ടല്ലോ. മുഹമ്മദ് നബിക്ക് സിഹിർ ബാധിച്ചു 6 മാസം എന്നാണ് പറയുന്നത്. ബുഖാരിയിൽ അതുമായി ബന്ധപ്പെട്ട ഹദീസ് ഉണ്ട് എന്നാണ്. ആ ഹദീസ് ഫത്ഹുൽ ബാരിയിൽ, ബുഖാരിയുടെ വിശദീകരണ ഗ്രന്ഥം, ശരിക്കും ശ്രദ്ധിച്ചോളൂ പ്രിയമുള്ളവരെ. ബാബു സിഫത്തി ഇബ്ലീസ വജുനൂദിഹി, ഇബ്ലീസും അദ്ദേഹത്തിൻ്റെ സൈന്യവും അവരുടെ വിശേഷണം, സിഫത്ത്, അതുമായി ബന്ധപ്പെട്ട അധ്യായമാണ്. ബാബു സിഫത്തി ഇബ്ലീസ വജുനൂദിഹി എന്ന് പറയുന്ന അധ്യായത്തിൽ ആണ് ഈ ഹദീസ് വന്നിട്ടുള്ളത്. എന്ത് ഹദീസ്? നബിക്ക് സിഹിർ ബാധിച്ചു എന്നുള്ളത്. എന്നിട്ട് മഹാനായിട്ടുള്ള ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ രേഖപ്പെടുത്തുകയാണ്, വവജ്ഹു ഈറാദുഹു ഹുനാ, ഈ അധ്യായത്തിൽ, അതായത് ഇബ്ലീസും അദ്ദേഹത്തിൻ്റെ സൈന്യവും അവരെക്കുറിച്ച് പറയുന്ന അധ്യായത്തിൽ പ്രവാചകന് മാരണം ബാധിച്ച ഈ സംഭവം കൊടുക്കാനുള്ള താല്പര്യം, അതിൻ്റെ ചേതോവികാരം എന്താണ്? അന്ന സിഹ്റ ഇന്നമാ യുതിമ്മു ബിഇസ്തിആനതി ശയാതീനി അലാ ദാലിക്. ഈ മാരണം, സിഹിർ, അത് പൂർണ്ണമാവുക, അത് സാധ്യമാവുക പിശാചിനോടുള്ള സഹായം തേടിക്കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ്. ഫത്ഹുൽ ബാരിയിലുള്ള കൃത്യമായിട്ടുള്ള വാചകങ്ങളാണത്. അപ്പോൾ പിശാചിനെ പൂജിച്ച് അല്ലെങ്കിൽ പിശാചിനോട് പ്രാർത്ഥിച്ച് സഹായം തേടിക്കൊണ്ടാണ് ഈ മാരണം എന്ന് പറയുന്നത് നടന്നിട്ടുള്ളത് എന്നുള്ളത്. അത് അങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് അവരുടെ സങ്കല്പം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിശാചിനെ പൂജിക്കാൻ ഒരു മാരണക്കാരൻ, അള്ളാഹുവിന് മാത്രമേ ആരാധനകൾ ചെയ്യാവൂ എന്നതല്ലേ ഇസ്ലാമിൻ്റെ ആദർശം. അങ്ങനെ ഇരിക്കെ ആ സിഹിർ, ആ മാരണം ഫലിക്കുമെന്ന് എങ്ങനെ വിശ്വസിക്കും? ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. അത് പരിശുദ്ധ ഖുർആനിൻ്റെ ഖണ്ഡനമാണ്, വിപരീതമാണ് എന്ന് നമ്മൾ സൂറത്തുർ റഅദിലെ 13-ാമത്തെ ആയത്ത് വഴി മനസ്സിലാക്കി. നിങ്ങൾ കെ ഉമർ മൗലവിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? കെ ഉമർ മൗലവിയെ കുറിച്ച് കേൾക്കാത്ത ആളുകൾ, മുജാഹിദുകൾ ഉണ്ടായിരിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഫാത്തിഹയുടെ തീരത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ 125-ാമത്തെ പേജിൽ എഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ ആളുകൾക്ക് സംശയം തോന്നും, ഇതൊക്കെ അത്ര വലിയ വിഷയമാണോ എന്ന്. വിഷയമാണ് പ്രിയമുള്ളവരെ. തൗഹീദാണ് അടിസ്ഥാന വിഷയം. ആ തൗഹീദിൻ്റെ അതിൻ്റെ നട്ടെല്ലിനാണ്, അല്ലെങ്കിൽ അതിൻ്റെ കഴുത്തിനാണ് ഈ മാരണം ഫലിക്കുമെന്ന് പറയുന്ന ആളുകൾ വിട്ടുകൊടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് സിഹിർ എന്ന് പറയുന്നത് അതിൻ്റെ അപകടം എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. മഹാനായിട്ടുള്ള ഉമർ മൗലവി എഴുതിയത് നിങ്ങൾ ശ്രദ്ധിക്കൂ. അദൃശ്യ ലോകത്തിൽപ്പെട്ട പിശാചുക്കളുടെയും ജിന്നുകളുടെയും സഹായം തേടുകയും, കണ്ടോ, സഹായം തേടാണ്. ആരുടെ അടുക്കൽ നിന്ന്?
പിശാചുക്കളുടെ അടുക്കൽ നിന്ന്, അതുപോലെ ജിന്നുകളുടെ അടുക്കൽ നിന്ന് അവരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചിലത് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടുള്ളതാണ് ആഭിചാരവും മന്ത്രവാദവും. അദൃശ്യമായ രൂപത്തിൽ ഗുണം ആശിക്കുകയോ ദോഷം ഭയപ്പെടുകയോ ചെയ്തുകൊണ്ട് താഴ്മ കാണിക്കൽ ആരാധനയാണ്, ഇബാദത്താണെന്നർത്ഥം. അപ്പോൾ ജിന്നിനെയും പിശാച്ചിനെയും ആരാധിക്കുക എന്ന ഷിർക്ക് ഇതിൽ വന്നുകൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ആഭിചാരവും മന്ത്രവാദവും ഷിർക്കും കുഫറുമായി തീരുന്നത്. പച്ച മലയാളത്തിൽ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഷിർക്കൻ പ്രവർത്തനം, കുഫ്റൻ പ്രവർത്തനം, അതാണ് വലിയ കാര്യമായിട്ട് പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമ്മേളനങ്ങളിൽ, ജുമാ ഖുതുബകളിൽ, അതുപോലെ ഖുർആൻ ക്ലാസ്സുകളിൽ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ജമിയത്തുൽ ഉലമയുടെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ, അതുപോലെ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ എത്രയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. എന്താണത്? ഷിർക്കൻ വാദങ്ങൾ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം, കേരള നെതുവത്തുൽ മുജാഹിദീൻ മർക്കസു ദഅവയെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്താ, നമ്മുടെ നിലപാടെന്താ? സിഹിർ എന്ന് പറയുന്ന, ആഭിചാരം എന്ന് പറയുന്ന, ഈ കൂടോത്രം എന്ന് പറയുന്ന ഈ സംഗതി ഉണ്ടല്ലോ, അതിന് ഒരു ഫലവും ഇല്ല എന്നുള്ളതാണ്. ഒരു ഉദാഹരണം, ഇപ്പം നമ്മുടെ വീടിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ കടയുടെ മുമ്പിലോ, നമ്മുടെ ഒരു കാർഷിക വിള അതിൻ്റെ അടുക്കലോ ഒക്കെ ഇത് ഈ കൂടോത്രം ചെയ്തതായിട്ട് ഉള്ള ഒരു സംഗതി കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഒരു കലം, ഒരു പാത്രം, കലം, അതിനകത്ത് കുറേ കോഴിമുട്ടകൾ, ആ കോഴിമുട്ടയുടെ പുറത്ത് കള്ളികൾ വരച്ചിട്ടുണ്ട്. ഓരോ കള്ളികളിലും ചില അക്ഷരങ്ങളുണ്ട്, അറബി അക്ഷരങ്ങളുണ്ട്. എന്നിട്ട് ഒരു തുണി കൊണ്ട് ആ കലത്തിൻ്റെ മുൻഭാഗം അത് മൂടി കെട്ടിയിട്ടുണ്ട്. എന്നിട്ടാണ് ഈ കൃഷിയിടത്തിൽ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വെച്ചത് എന്ന് സങ്കല്പിക്കുക. ഒരു CD ഇട്ടവറുകാരൻ എന്ത് വിചാരിക്കും? ഒരു സമസ്തക്കാരൻ എന്ത് വിചാരിക്കും? ആകെ പേടിക്കും. ഒരുപക്ഷെ ബോധമറ്റ് വീഴും. ഇത് സിഹിറാണ്, ഇത് ആരോ ചെയ്തതാണ്, ഞങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് അവർ വിചാരിക്കുകയും അതിനെന്താണ് പ്രതിവിധി എന്ന് അന്വേഷിക്കുകയും അതിന് ലക്ഷങ്ങൾ വേണമെങ്കിൽ ചെലവഴിക്കും. എനിക്കറിയാം പ്രിയമുള്ളവരെ, ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന പ്രദേശത്ത് ഒരു ബ്രോസ്റ്റഡ് ഷോപ്പ് നടത്തിയിരുന്ന ഒരു വ്യക്തി, നല്ല വരുമാനമുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ അന്ധവിശ്വാസങ്ങളിൽ കുടികൊള്ളുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് എന്തൊക്കെയോ വീട്ടിൽ ചില അസുഖങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏതോ മുസ്ലിയാരെ സമീപിച്ചു. അയാൾ പറഞ്ഞു, നിങ്ങളുടെ വീടിൻ്റെ ഇന്ന ഭാഗത്ത് ഇങ്ങനെ ഈ മാരണത്തിൻ്റെ എന്തോ ചെമ്പ് കുഴിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ ഒരാളെ ഏർപ്പാടാക്കി അവിടെ കുഴിച്ചു നോക്കുമ്പോൾ ഒരു കഷ്ണം കിട്ടി. അപ്പോൾ ഇതെന്താണ് സംഭവം? ഇതൊക്കെ കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ്. അത് നമുക്ക് പറയാൻ കഴിയും. എങ്ങനെ പറയാൻ കഴിയുക? സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ വിശ്വാസം? അദൃശ്യം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. ആലിമുൽ ഗൈബി വശഹാദ. ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ ആരാ? അല്ലാഹു മാത്രം. ഈ ഒരു മുസ്ലിയാർക്ക്, ഒരു പുരോഹിതന് എങ്ങനെയാണ് ആ വീടിൻ്റെ ആ മൂലയിൽ ഭൂമിക്കടിയിൽ ഒരു ചെമ്പുണ്ടെന്ന് മനസ്സിലാകുന്നത്? അദ്ദേഹം ആ നാട്ടുകാരനല്ല, ആ പ്രദേശത്തുകാരനല്ല. അപ്പോൾ അദ്ദേഹത്തിന് അറിയൂല. പിന്നെ എങ്ങനെ അറിയാം? കൊണ്ടുപോയി വെച്ചാൽ അത് പറയാൻ ഏത് വിട്ടിക്കും സാധിക്കുമല്ലോ. അതാണ് സംഭവം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീടിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ മുമ്പിൽ നേരത്തെ പറഞ്ഞ കലം, മാരണത്തിൻ്റെ കലം, ഇവിടെയൊക്കെ ആട്ടിൻ തല കൊണ്ടാണ്. ആട്ടിൻ്റെ തല കണ്ടില്ലെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ ഉരിച്ചിട്ട് കണ്ണൊക്കെ ഇങ്ങനെ വലിയ ഉണ്ട കണ്ണുകൾ, അങ്ങനെയുള്ള ആട്ടിൻ തല കൊണ്ടാ മാരണം ചെയ്യുക. ഇത് തന്നെ കൊണ്ടുവന്ന് വെച്ചാലും ശരി, നമ്മളെന്താ ചെയ്യേണ്ടത്? അതെടുത്ത് വലിച്ചെറിയണം. ഇതുകൊണ്ടൊരു ചുക്കും സംഭവിക്കുകയില്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തളർന്ന് വീണു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പനി ഉണ്ടായെന്ന് വിചാരിക്കുക. നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ടത് എന്താ? ഇതെനിക്ക് മാരണം കൊണ്ടല്ല, ആ മാരണ വസ്തു ഞാൻ തോട്ടിലെറിഞ്ഞത് കൊണ്ടല്ല ഞാൻ തളർന്നു വീണത്, എനിക്ക് പനിയുണ്ടായത്, ജലദോഷമുണ്ടായത്, എനിക്ക്
എനിക്ക് പനിയും ജലദോഷമൊക്കെ ഉണ്ടായത് അതെൻ്റെ റബ്ബ് മുമ്പേ വിധിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുക, അല്ലാതെ ഇതുകൊണ്ടല്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ വ്യക്തമായി എഴുതി വെച്ചോളൂ. ഒരു മാരണക്കാരന് ഇവർ പറയുന്നുണ്ടല്ലോ ആർക്കും എന്തും ചെയ്യാമെന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോ നമ്മൾ ഈ സൗദി അറേബ്യയിലൂടെ ഈ മരുഭൂമിയിലൂടെ അങ്ങനെ യാത്ര പോകുമ്പോൾ എത്ര മലകളാണ്. ആ മലകൾ അവർ സ്വർണ്ണമാക്കട്ടെ. നമ്മുടെ നാട്ടിൽ എത്ര പുഴകളാണ്. ആ പുഴയിലെ വെള്ളം പെട്രോളാക്കട്ടെ. കഴിയൂല എന്നുള്ളതാണ് വാസ്തവം. ഈ മാരണവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുന്നു. മുമ്പ്, അതായത് ഒരു 5-8 കൊല്ലം മുമ്പ് വരെ നമ്മുടെ നാട്ടിലെ മദ്രസയിലെ 4ാം ക്ലാസ് പാഠപുസ്തകം, സ്വഭാവ പാഠത്തിലെ ഒരു പാഠം തന്നെ അസ്സിഹ്റു, മാരണം എന്നുള്ളതായിരുന്നു. KNM-ന്റെ പാഠപുസ്തകം. അതിനകത്ത് വളരെ വ്യക്തമായിക്കൊണ്ട് അവരെഴുതിയത് എന്താ? മാരണത്തിൽ ഫലം പ്രതീക്ഷിക്കുന്നത് ഗൂഢവും അജ്ഞാതവുമായ വഴിക്കാൻ അജ്ഞാത ശക്തികളെ ആശ്രയിക്കുന്നത് ശിർക്കും കുഫറുമാണ് എന്നാണ്. എന്നിട്ട് ഇപ്പം എന്ത് ചെയ്തു? ആ പുസ്തകം കണ്ട് പിൻവലിച്ചു. കണ്ടോ, ഇതാണ് CD ടവറിന്റെ ആദർശരംഗത്തുള്ള അപജയം. നിങ്ങൾ TP അബ്ദുള്ള കോയ മദനിയെ കുറിച്ച് കേട്ടില്ലേ? അവരുടെ പ്രസിഡന്റാ. പത്രക്കാർ ചോദിച്ചു, അല്ല പ്രസിഡന്റ്, ഈ സിഹിർ ഫലിക്കുമോ? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയൂല. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് അങ്ങനെ പറയുന്നതറിയോ? നമ്മുടെ നാട്ടിൽ മുസ്ലിയാക്കന്മാർ, തങ്ങന്മാർ, മന്ത്രവാദികൾ അവരുടെ ഒരു ഒഴുക്കായിരുന്ന ഒരു കാലഘട്ടത്തിൽ അനങ്ങിയാൽ മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം, അവരെയൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പൂർവകാല നേതാക്കന്മാർ അതിശക്തമായ ഒരുപാട് ത്യാഗനിർഭരമായിട്ടുള്ള പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെ ഈ നാട്ടിൽ നിന്ന് നിർമാർജനം ചെയ്തു. എന്നിട്ട് അങ്ങനെ നാട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള മാരണം, അതാണ് ഇപ്പോൾ അതിന് ഫലമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വലിയൊരു സംഘടനയുടെ വലിയൊരു പ്രസിഡന്റ് പത്രക്കാരോട് പറയുന്നത്. എന്താണ് അവരുടെ ആദർശം? വെറും ജലരേഖയാണ്, വെള്ളത്തിൽ വരച്ച ഒരു വര പോലെ, ഒന്നിനും കൊള്ളാത്ത. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും മാരണത്തിന് ഫലമില്ല. ഇനി അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കെതിരെ ചെയ്യട്ടെ. കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് CP ഉമർ സുല്ലമി, അതുപോലെ നമ്മുടെ നേതാക്കന്മാർ പോസ്റ്റർ ഇങ്ങോട്ട് മാറോട് പിടിച്ചിട്ട് പറഞ്ഞു, മാരണം ചെയ്യാൻ കഴിവുള്ള ആ വിഷയത്തിൽ വിദഗ്ധന്മാരായ ആളുകൾ ഇതാ ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്കെതിരെ മാരണം ചെയ്യട്ടെ എന്ന് വെല്ലുവിളിച്ചു. മാരണത്തിന് വേണ്ടി മാരണം ഫലിക്കുമെന്ന് വിശ്വസിച്ചാലേ അഹ്ലുസുന്ന വൽ ജമാഅയാകൂ എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു വിസ്ഡത്തിൻ്റെയോ CD ടവറിൻ്റെയോ സമസ്തയുടെയോ ഒരാളും മുന്നോട്ട് വന്നില്ല. മറ്റുള്ളവരും വന്നില്ല. TV-യിലൊക്കെ എത്രയാ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൂടോത്രത്തിനും ആഭിചാരത്തിനൊക്കെ. അപ്പോൾ ഇനി മറ്റൊന്ന് മനസ്സിലാക്കാനുള്ളത്, പ്രിയമുള്ളവരെ, ഈ വിഷയമായിട്ട് ഒരുപാട് പറയാനുണ്ട്. സമയം ചുരുക്കിക്കൊണ്ട് പറയാണ്. ഇനി നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ജിന്നിനോടുള്ള സഹായത്തട്ടം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നമ്മുടെ ആദർശം എന്താ? റബ്ബിനോട് മാത്രം പ്രാർത്ഥന. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ സമസ്തക്കാർ കളിയാക്കി. മൊറാർജിയുടെ മൂത്രവും മുജാഹിദുകളുടെ മാത്രവും എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിരുന്നു. പക്ഷേ ആരൊക്കെ കളിയാക്കിയാലും നമുക്ക് പറയാനുള്ളത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നാഥാ ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക. പക്ഷേ ഈ വിസ്ഡക്കാരെന്താ എഴുതിയത്? അവരെഴുതി
വിജനമായ ഒരു പ്രദേശത്തുകൂടെ ഒരാൾ നടക്കുകയാണ്. അങ്ങനെ വഴിയറിയില്ല. അപ്പോ വഴി കാണിച്ചു തരാൻ വേണ്ടി യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാഹുവിൻ്റെ ദാസന്മാരെ എന്നെ സഹായിക്കണേ എന്ന് ജിന്നുകളെയും മലക്കുകളെയും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ അത് ശിർക്കല്ല, സഹായം കിട്ടും എന്നാണ് അവരുടെ വാദം. അവരുടെ വാദം അതാണെന്ന് മാത്രമല്ല, ഈ വാദത്തിൽ ലയിച്ച് അതിൽ അഭിരമിച്ച ഒരു പണ്ഡിതൻ എന്താ പറഞ്ഞറിയങ്ങള്, അദ്ദേഹത്തിന്റെ പഴയ കാലത്തൊരു പ്രസംഗത്തിൽ ഇത് കള്ളക്കഥയാണ്, ദുർബലമാണ് എന്നൊക്കെ പറയുണ്ടായി. പക്ഷേ പുതിയ കാലത്ത് അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, ഗൾഫ് നാട്ടിലെ പണ്ഡിതന്മാരോട് നമുക്കിതിനെ കുറിച്ച് ചോദിച്ച് അവർ പറയും നമുക്ക് സ്വീകരിക്കാം എന്നാണ്. നമ്മൾ ആലോചിക്കണം, നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസൊക്കെ ദുർബലമാണ്. കാരണം എന്താണ്, ഒരു വഴിയറിയാതെ നടന്ന് പോകുന്ന ഒരാൾ ആരെയും കാണുന്നില്ല, വിജനമായ സ്ഥലമാണല്ലോ, ജനങ്ങളില്ലാത്ത സ്ഥലമാണല്ലോ, ആരെയും കാണുന്നില്ല. അപ്പോൾ ജിന്നുകളെയും മലക്കുകളെയും ഉദ്ദേശിച്ച് അള്ളാഹുവിൻ്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ അത് ഷിർക്കാണ്. കാരണം എന്താണ്, മനുഷ്യാതീത കഴിവുകൾക്കപ്പുറമുള്ള തേട്ടം, അതായത് കണ്ണുകൊണ്ട് കാണാത്ത, രുചിക്കാൻ കഴിയാത്ത, സ്പർശിക്കാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായി കൊണ്ടുള്ള സഹായതേട്ടം അത് റബ്ബിനോട് മാത്രമേ പാടുള്ളൂ. ഇവിടെ ആരോടാ? ജിന്നുകളെയും മലക്കുകളെയും ഉദ്ദേശിച്ചുകൊണ്ട്. അപ്പം അതുകൊണ്ട് അവരങ്ങനെ പ്രചരിപ്പിച്ചു, പ്രിയമുള്ളവരെ, പ്രചരിപ്പിച്ചു എന്ന് മാത്രമല്ല, അവരിത്തരം ഹദീസുകളൊക്കെ കൊണ്ടുവന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ലോകത്ത് കഴിഞ്ഞുപോയ വലിയ പണ്ഡിതനാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഹജ്ജിന് പോയപ്പോൾ മരുഭൂമിയിൽ വഴിതെറ്റിയെന്നും, അങ്ങനെ വഴിതെറ്റിയപ്പോൾ അദ്ദേഹം യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹത്തിന് മക്കയിലേക്കുള്ള വഴി ശരിയായി കിട്ടിയെന്നുമാണ്. ഈ പ്രാർത്ഥന കൊണ്ട് സഹായം കിട്ടി. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പ്രസംഗിച്ചതാ. നിങ്ങൾ ആലോചിക്കണം, എന്താണ് ഈ പറയുന്നത്? ആ ഹദീസിൻ്റെ ആ വചനത്തിൻ്റെ ഉള്ളടക്കം ഖുർആനിക വിരുദ്ധമാണ്. കാരണം അള്ളാനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് ഖുർആൻ പറയുന്നു, ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇതിലോ ജിന്നുകളെ വിളിക്കാം എന്ന് പറയുന്നു, മലക്കുകളെ വിളിക്കാം എന്ന് പറയുന്നു. ഒരു ഹദീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിവേദക പരമ്പര ശരിയാണല്ലോ. നിങ്ങൾ നോക്കൂ, ഈ ഹദീസിനെ കുറിച്ച് ഇമാം തുബറാനി അദ്ദേഹത്തിൻ്റെ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുന്ന ഈ വചനം ഉണ്ടല്ലോ, യാ ഇബാദല്ലാഹ് അഗീസൂനി എന്നൊക്കെ പറയുന്ന ഈ വചനം, വഹാദൽ ഹദീസു ഫീഹി സലാസു ഇലലിൻ, 3 ഇല്ലത്തുകൾ, 3 കുഴപ്പങ്ങൾ ഇതിനകത്തുണ്ട് എന്നാണ്. ഒരു കുഴപ്പമല്ല, 3. അപ്പോൾ അങ്ങേയറ്റം ദുർബലമായ കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ജിന്നുകളെ വിളിച്ച് സഹായം തേടാം എന്നുള്ള വിശ്വാസം ഈ നമ്മുടെ സമൂഹത്തിൽ ഈ ആളുകൾക്കുണ്ട്. ഇതിപ്പോൾ മുമ്പ് പറഞ്ഞതല്ലേ എന്നല്ല. ഈ അടുത്ത് പരപ്പനങ്ങാടി റമദാൻ്റെ മുമ്പേ പരപ്പനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഒരു ഖണ്ഡന പ്രസംഗം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ പറഞ്ഞപ്പോൾ നമ്മളതിനെ പ്രതിരോധിച്ച് മറുപടി പ്രഭാഷണം നടത്തി. അങ്ങനെ കുറേ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പ്രഭാഷണത്തിൽ പോലും അവരാവർത്തിച്ച് പറഞ്ഞത് ഇത് ഇങ്ങനെ തേടാം എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം, ഹയ്യും ഖാദിറും ഹാദിറും മുസ്ലിമുമായിട്ടുള്ള ജിന്നിനോട് തേടാം. ഇങ്ങനെയൊക്കെ അവർ പല സംഭവങ്ങളും ഇറക്കുകയുണ്ടായി. എന്നാൽ സത്യത്തിൽ എന്താണ് പ്രിയമുള്ളവരെ, ഞാൻ ചുരുക്കി പറയട്ടെ, ജിന്നിനോടുള്ള സഹായതേട്ടം അത് ഷിർക്കാണ്. എന്താ കാരണം? ഫതാവ അൽ ലജ്നത്തു ദായിമ എന്ന് പറയുന്ന ഫത്വാ സമാഹാരത്തിൽ തന്നെ പറയുന്നു, അൽ ഇസ്തിആനതു ബിൽ ജിന്നി വൽ ലുജൂഇ ഇലൈഹിം, ജിന്നുകളോടുള്ള സഹായതേട്ടം, അവരിലേക്ക് അഭയം തേടൽ, ഫീ ഖലാഇൽ ഹാജാതി മിനൽ ഇൽറാർ ബി അഹദിൻ, ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടിയുള്ള അങ്ങനെയുള്ള ഹാജത്തുകൾ നിറവേറുവാൻ, ഔ നഫ്ഇഹി, അല്ലെങ്കിൽ ഒരാൾക്ക് ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് ജിന്നോടുള്ള സഹായതേട്ടം, ഷിർകുൻ ഫിൽ ഇബാദ, ആരാധനയിലുള്ള ഷിർക്കാണെന്നാണ്. കണ്ടോ, ജിന്നിനോടുള്ള സഹായതേട്ടം ആരാധനയുള്ള ഷിർക്കാണ് എന്നുള്ളതാണ്. എന്നിട്ട് എന്താ തെളിവ്? വഖാല തആല വഅന്നഹു
വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്ത്. അതായത് ആ കാലഘട്ടത്തിൽ ജിന്നുകളോട് മനുഷ്യന്മാരിൽപ്പെട്ട ചില ആളുകൾ സഹായം തേടും. അങ്ങനെ ആ ജിന്നുകൾക്ക് അഹങ്കാരം വർദ്ധിച്ചു എന്നുള്ളതാണ് ആ ആയത്താ കൊടുക്കുന്നത്. എന്നിട്ടോ മറ്റൊരായത്ത് കൂടെ ലഇൻ അശ്റക്ത ലയഹ്ബതുന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നിങ്ങൾ നോക്കൂ, അതായത് നബിയെ അങ്ങെങ്ങാനും ഷിർക്ക് ചെയ്താൽ അങ്ങയുടെ അമലുകൾ പൊളിഞ്ഞു പോകും. അപ്പൊ ജിന്നിനോടുള്ള സഹായതേട്ടം ഷിർക്കാൻ, നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്നതാണ് എന്ന് ഈ ഫത്വ സമാഹാരത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എത്ര ആയത്തിന്റെ വ്യാഖ്യാനത്തിലാണ് ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും എന്നുള്ള ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഖുർത്തുബി, ഇമാം ഷൗക്കാനി, ഇമാം സഅദി ഇവരൊക്കെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ജിന്നുകളോടുള്ള തേട്ടത്തെ സംബന്ധിച്ച്, അതുപോലെ മറ്റുള്ള ശക്തികളോടുള്ള തേട്ടത്തെ സംബന്ധിച്ച്. അതൊക്കെ ഷിർക്കാണ് എന്നുള്ളത്. ഖുലിദു അല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫദ്ദുരി അൻകും വലാ തഹ്വീല എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഇസ്രായിലെ 56-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എന്താ പറയുന്നത്? അവര് കാനൂ യഅ്ബുദൂനൽ ജിന്ന കാനൂ യഅ്ബുദൂന നഫറൻ മിനൽ ജിന്നി എന്നാണ്. ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗത്തെ അവർ ആരാധിച്ചിരുന്നു. അതിനെ നിരാകരിക്കുകയാണ്, അത് ഷിർക്കാൻ, അത് പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വിസ്ഡക്കാരുടെ, അതുപോലെ സക്കരിയാക്കളുടെ, അങ്ങനെ കുറേ ഐദീദ് ടീമുകളൊക്കെ ഉണ്ടല്ലോ, അവരുടെ ആദർശം ഇതാണ്. ജിന്നിനെ വിളിച്ച് സഹായം തേടാന്ന. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് കടുത്ത ഷിർക്കാൻ. മുസ്ലിമായ ജിന്നിനോടാണെങ്കിലും, ജീവനുള്ള ജിന്നിനോടാണെങ്കിലും, ഹാവിറായ ജിന്നിനോടാണെങ്കിലും, ഖാദിറായ ജിന്നിനോടാണെങ്കിലും അത് ഷിർക്കു തന്നെ. മുമ്പ് നമ്മളെ സംവാദത്തിൽ പറഞ്ഞല്ലേ, രോമം വെച്ച ഷിർക്ക്. അതാണ് മർക്കസ് ദഅവയുടെ ആദർശം എന്നാണ് പറയാനുള്ളത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഗുരുവായൂരിൽ പോയി കൃഷ്ണ രക്ഷിക്കണേ, ഗുരുവായൂരപ്പ കാക്കണേ എന്ന് പറയുന്നതും ജിന്നുകളെ ഉദ്ദേശിച്ചുകൊണ്ട് യാ ഇബാദല്ലാഹ് അഈനുനി എന്ന് പറയുന്നതും തുല്യമാകുന്നു. ഒരു നാണയത്തിന്റെ 2 വശങ്ങളാകുന്നു. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, കലർപ്പില്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേരള നദവത്തുൽ മുജാഹിദീൻ മർക്കസ് ദഅവ മുന്നോട്ട് വെക്കുന്ന ഈ മഹനീയമായ ആദർശം മാത്രമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ജിന്നിനോടുള്ള സഹായം തേട്ടം മാത്രമല്ല, ജിന്ന് ബാധിക്കും എന്നാണ് ഇവരുടെ വിശ്വാസം. സി ഡി ടവറും വിസ്ഡൊക്കെ ഈ കാര്യത്തിൽ ഒന്നാ. അല്ലെങ്കിലും അവർ കാര്യമായിട്ട് എന്താ വ്യത്യാസം? ഞാൻ വെറുതെ പറയല്ല. മെമ്പർഷിപ്പ് കൊണ്ടും സംഘടന കൊണ്ടും രണ്ടായി നിൽക്കുന്നു. ആദർശം കൊണ്ട് അവരെല്ലാവരും ഒരുപോലെയാണ്. വെറുതെ പറയുന്നതല്ല. നിങ്ങൾ നോക്കൂ, ഈ അൻസാർ നന്മണ്ട എന്ന് പറഞ്ഞൊരു ഒരു മൗലവി ഉണ്ടല്ലോ, അദ്ദേഹം ജിന്നൊന്നും കയറൂല എന്ന് വലിയ ഉഷാറിൽ പ്രസംഗിച്ച് അതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹത്തെ കുറിച്ച് ക്ഷാവരപ്പിച്ചു എന്ന് പറഞ്ഞാൽ മാപ്പ് പറയിപ്പിച്ചു. ജിന്ന് കയറും എന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചു. നമ്മൾ ആലോചിക്കണം, അതിൻ്റെ പേരാണെന്ത്? സി ഡി ടവർ. അപ്പൊ സി ഡി ടവറും വിസ്ഡോ എന്താ വ്യത്യാസം? അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറൂല. അങ്ങനെ കയറണമെങ്കിൽ ആര് പറയണം? അല്ലാഹ് പറയണം, അള്ളാഹിന്റെ റസൂല് പറയണം. അള്ളാഹുവിന്റെ റസൂലോ അത് പഠിപ്പിച്ചിട്ടില്ല. മനസ്സിലായല്ലോ? ചില ആളുകളൊക്കെ ചില ഹദീസുകളൊക്കെ ഉദ്ധരിക്കും. അത്തരം ഹദീസുകളൊന്നും ശരിയല്ല. ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം അങ്ങനെയുള്ള ഹദീസുകളൊന്നും തന്നെ സഹീഹല്ല എന്നാണ് പറയാനുള്ളത്. അപ്പൊ ജിന്ന് ബാധ എന്ന് പറയും. ജിന്ന് മനുഷ്യ ശരീരത്തിൽ ബാധ എന്താ നിങ്ങൾക്കറിയോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പിന്നെ പാമ്പ് കടിച്ചിട്ട് ഒരാളെ കൊണ്ടുചെന്നാ അവ 2-3 ദിവസം കഴിഞ്ഞാൽ കൊണ്ടുചെല്ലുന്നത്. അപ്പം എന്താ ഇത്രയും സർപ്പം കടിച്ചിട്ട് ഇത്രയും വൈകാൻ കാരണം? അപ്പോൾ ഡോക്ടർ ചോദിച്ചിട്ടും പറയുന്നില്ല എന്നാ. ഡോക്ടർ കുത്തി ചോദിച്ചു. അവസാനം പറഞ്ഞു, ഞങ്ങൾക്ക് ചില ഏർപ്പാടുണ്ട്, റുഖിയ ശർഇയ്യ ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പിന്നെ ഇതുപോലുള്ള ശാസ്ത്രീയമായ ചികിത്സക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആരാ പറയുന്നത്? എൻ്റെ അടുത്ത് ക്ലിപ്പുണ്ട്, അബ്ദുറഹ്മാൻ സലഫി പറയുന്ന കാര്യമാണ്. നമ്മൾ ആലോചിക്കണം, ഈ സി ഡി ടവറുകാരും വിസ്ഡംകാരും ഒക്കെ കേരളത്തിലെ മനുഷ്യരെ എത്ര ദുർമാർഗത്തിലേക്കാണ് നയിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ
ഇസ്ലാമിന്റെ അന്തസ്സും ആത്മാഭിമാനവും സംരക്ഷിക്കുന്ന ആദർശ പ്രസ്ഥാനമാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ മർക്കസുദ് ദഅവ എന്നുള്ളത്. ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ കയറും എന്ന് മാത്രമല്ല അവർ പറഞ്ഞത്, അതിനെ അടിച്ചിറക്കാൻ ആർക്കും പറ്റുമോ? ഇല്ല. അതിന് ചില പരിശീലനം നൽകപ്പെട്ട മൗലവിമാർ, അതിന് ചില കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം, ജിന്നു ക്ലിനിക്കുകൾ, ഖുർആൻ തെറാപ്പി നടത്താൻ അങ്ങനെയുള്ള ഇത് ഉണ്ടാക്കണം. പള്ളികളോട് കേന്ദ്രീകരിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കണമെന്ന് പ്രസംഗിക്കുകയുണ്ടായി. ഒട്ടേറെ കാര്യങ്ങൾ, മനുഷ്യന്മാരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇവർ പ്രസംഗിച്ചു. മനുഷ്യ സ്ത്രീകളുമായിട്ട് ഈ ജിന്നുകൾ ബന്ധപ്പെടും, അതിൽ കുട്ടികളുണ്ടാകും. നഊദു ബില്ലാഹ്. ഇതൊക്കെ പറഞ്ഞതാണ്. ഇപ്പോഴും എൻ്റെ അടുത്ത് ഈ ക്ലിപ്പുകളൊക്കെ ഉണ്ട്. ഇവരുടെ ആദർശ വ്യതിയാനം, ഇവരുടെ ലലാലത്ത് എത്രയാണ്. ഇപ്പോൾ ഒരാൾ വീട്ടിലില്ല, അപ്പോൾ ജിന്ന് മനുഷ്യക്കോലത്തിൽ വന്നു. ഇവരുടെ വിശ്വാസം കേട്ടോ. നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ജിന്ന് അങ്ങനെ മനുഷ്യക്കോലത്തിൽ വരില്ല. അപ്പോൾ അവർ വിശ്വസിക്കുന്നത് എന്താ? ജിന്ന് മനുഷ്യക്കോലത്തിൽ വന്നു. മനുഷ്യക്കോലം എന്ന് പറഞ്ഞാൽ സംശയം വേണ്ട, ഈ പെണ്ണിൻ്റെ ഭർത്താവിനെ പോലെ തന്നെയാണ്, സെയിം. അങ്ങനെ വന്നു. അപ്പോൾ ഇവള് വിചാരിക്കുകയാണ് ഇതിൻ്റെ ഭർത്താവ് തന്നെയാണ്. അങ്ങനെ സംഭവം നടക്കുന്നു, ഗർഭധാരണം ഉണ്ടാകുന്നു, കുഞ്ഞുങ്ങളുണ്ടാകുന്നു. ആലോചിക്കണം ഇവരുടെ ലലാലത്ത് എത്ര മാത്രമാണെന്ന്. എത്ര വഷളത്തരാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുപോലെ മുസ്ലിം പെൺകുട്ടികളുണ്ടല്ലോ, സുന്ദരിമാരായ പെൺകുട്ടികൾ. അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് ജിന്ന് കാമുകന്മാരുണ്ടാവുന്ന, അങ്ങനെ ഈ പെൺകുട്ടികളെ വാപ്പിയമ്മയൊക്കെ എന്ത് വിചാരിക്കുകയാണ്? പിന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പ്രായമായപ്പോൾ അവർ കല്യാണം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആരോടെങ്കിലൊക്കെ പറഞ്ഞ് ഭർത്താവ് പ്രപ്പോസൽ വരികയാണ്. അപ്പോൾ വരുമ്പോൾ ഇവള് എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, വെള്ളമൊക്കെ വെച്ച് കൊടുക്കുമല്ലോ. അപ്പോൾ ഈ വരൻ, പ്രതിശ്രുത വരൻ അല്ലെങ്കിൽ കാണാൻ വന്നിട്ടുള്ള വരൻ ഈ സ്ത്രീയുടെ മുഖത്ത് നോക്കുമ്പോൾ, ഈ യുവതിയുടെ മുഖത്ത് നോക്കുമ്പോൾ പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്ത പോലെ സുന്ദരിയായ പെണ്ണാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ എന്താണ്? മുഖമൊക്കെ ആകെ വികൃതമായി തോന്നാണ്. എന്താ കാരണം? അവളുടെ ഇവൾക്ക് ജിന്ന് കാമുകനുണ്ട്, അവന് വരുത്തി വെക്കുന്നതാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ മലയാളത്തിൽ പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ് പ്രിയമുള്ളവരെ. റോഡ് മുറിച്ച് കടക്കുമ്പോൾ റോഡ് സൈഡിലൂടെ നടക്കുമ്പോൾ വാഹനം വന്നിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ നമ്മൾ ആ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നതാരാ? ജിന്നാണ്. ഇതൊക്കെ ഈ കേരളത്തിൽ പ്രസംഗിച്ചതാ. നഊദു ബില്ലാഹ്. സുഹൃത്തുക്കളെ, ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാൻ, നമ്മളെ സമയം അവസാനിച്ചത് കൊണ്ട് ഒരു വിഷയം കൂടെ, മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് ലളിതമായി പറയുകയാണെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, കേരള നദ്വത്തുൽ മുജാഹിദീൻ മർക്കസുദ് ദഅവ വിഷയത്തിൽ പുലർത്തുന്ന സംഗതി എന്ന് പറയുന്നത്, ഒന്ന് കൃത്യമായി മനസ്സിലായിക്കോളൂ. ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് മാസപ്പിറവി കണ്ടു എന്നാൽ അത് ലോകത്തെ എല്ലാവർക്കും ബാധകമാണ് എന്നാണ് ലോകത്തുള്ള ഭൂരിഭാഗം മുസ്ലിം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അത് ആരാണ് പറയുന്നത്? മഹാനായിട്ടുള്ള ഇമാം ഷൗക്കാനി പറയുന്നു, മഹാനായിട്ടുള്ള ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറയുന്നു, അതുപോലെ തന്നെ മഹാനായിട്ടുള്ള ഇബ്നു ബാസ് റഹിമഹുല്ല പറയുന്നു, അതുപോലെ തന്നെ ഇമാം ഇബ്നു ഖുദാമ പറയുന്നു. അങ്ങനെ ഒട്ടേറെ പണ്ഡിതന്മാർ അവരൊക്കെ പറയുന്നു. ഖാലിദ് അബ്ദുൽ മുൻഇം അർ-റിഫാഇ അദ്ദേഹം പറയാൻ, ഫദഹബ ജുംഹൂർ അഹ്ലിൽ ഇൽം, ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ഇലാ അന്നൽ ഹിലാല ഇദാ റുയ ഫീ ബലദിൻ, ഒരു രാജ്യത്ത് മാസപ്പിറവി കണ്ടാൽ ലസിമ ജമീഅൽ ബിലാദ്, എല്ലാ നാട്ടുകാർക്കും അതനുസരിച്ച് കാര്യങ്ങൾ നിർബന്ധമായി. ലസിമ ജമീഅൽ ബിലാദി അസ്സൗമു വൽ അമലു ബിതുൽക റുയ, ആ ദർശനം നിമിത്തം, ആ പിറവി ദർശനം നിമിത്തം എല്ലാ നാട്ടുകാർക്കും നോമ്പും മറ്റുള്ള അമലുകളൊക്കെ ബാധകമായി എന്നുള്ളതാണ്. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്ന, നമ്മളല്ല കേട്ടോ പറയുന്നത്, ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള
ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന ആദരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്ന കാര്യമാണ്. നിങ്ങൾ നോക്കൂ, സാക്ഷാൽ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന സമഹത്തു ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം പറയാൻ, അമ്മ ലൗ തയസ്സറ അൻ യസൂമു ലിറുയത്തിൻ വാഹിദ, ഒറ്റ പിറവി ദർശനം കൊണ്ട് സാധ്യമായാൽ കാന അത്യബ് വഅഹ്സൻ, അതാണ് ഏറ്റവും നന്മയേറിയതും ഏറ്റവും വിശിഷ്ടമായതും. ലിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂമു ലിറുയതി, നിങ്ങൾ മാസം കണ്ടാൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ള വചനത്തിൻ്റെ വെളിച്ചത്തിൽ. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയാൻ, ഫൈദാ തയസ്സറ അൻ യസൂമു ലിറുയതി സഊദിയ മസലൻ, ഉദാഹരണമായിട്ട് സൗദിയിൽ മാസം കണ്ടാൽ, ഔ റുയതി ദൗലത്തിൻ ഇസ്ലാമിയ്യത്തിൻ തഹ്കുമു ബിശർഇല്ലാ, ഒരു ഇസ്ലാമിക ശരീഅത്ത് നിലനിൽക്കുന്ന ഒരു മുസ്ലിം രാജ്യത്ത് മാസപ്പിറവി കണ്ടാൽ അല്ലെങ്കിൽ സൗദിയിൽ കണ്ടാൽ എന്ത് ചെയ്യുക? എല്ലാവർക്കും അത് ബാധകമാണ് എന്നാണ് അദ്ദേഹം പറയാണ്. ഇങ്ങനെ ഒറ്റ പിറവി കൊണ്ട് ഫലാ ബഅ്സ ഹാദാ അഫ്ളൽ, അതിന് ഒരു കുഴപ്പമില്ല, മാത്രമല്ല അഫ്ളലാണത് എന്നാണ്. ലൗ സാമു ജമീഅൻ ബിറുയത്തിൻ വാഹിദ ഹാദാ അഫ്ളൽ ലിഉമൂമിൽ അദില്ല. അദ്ദേഹം പറയുന്നത് ഈ ഒറ്റ പിറവി ദർശനം കൊണ്ട് എല്ലാവർക്കും അത് ബാധകമാണ്, അതാണ് ശ്രേഷ്ഠം എന്നാണ് ഇബ്നു ബാസ് പറയുന്നത്. അങ്ങനെ ഒട്ടേറെ പണ്ഡിതന്മാർ, ഇബ്നു ഖുദാമ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ തന്നെ ആ പണ്ഡിതന്മാർ പേര് പറയുണ്ടായി, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതാണ് അഭിപ്രായം. ഇതാണ് ഒന്നാമത്തെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട ഒരഭിപ്രായതാണ്, അതായത് ലോകത്ത് എവിടെ കണ്ടാലും എല്ലാവർക്കും ബാധകമാണെന്നുള്ളത്. രണ്ടാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? മാസപ്പിറവി കണ്ണുകൾ കൊണ്ട് കാണണമെന്നില്ല, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണണമെന്നില്ല, ശാസ്ത്രീയ ഉപകരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പഠനം കൊണ്ടോ ബുദ്ധി കൊണ്ടോ കണ്ടാൽ അത് മതി എന്നാണ് ചുരുക്കി പറയാം. എന്താണ് അതിന് തെളിവ്? അതിനുള്ള തെളിവ് സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി എന്നുള്ള വചനമാണ്. നിങ്ങൾ മാസം കണ്ടാൽ നോമ്പ് പിടിക്കുക, മാസം കണ്ടാൽ നോമ്പ് അവസാനിപ്പിക്കുക എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ കാണുക എന്നുള്ളത് എങ്ങനെ കാണുക? വെറും കണ്ണുകൾ കൊണ്ട് കാണുന്നതാണോ? അങ്ങനെ ചില ആളുകൾ വാശി പിടിക്കുന്നു. അത് ശരിയല്ല. കാരണം എന്താ? സൗദിയിലൊക്കെ മാസം കാണുന്നത് മെഗാ ബൈനോക്കുലർ വെച്ചുകൊണ്ടാണ്, വലിയ ബൈനോക്കുലർ വെച്ചുകൊണ്ടാണ്, അത് വെച്ചുകൊണ്ടാണ്, ആധുനിക ശാസ്ത്രീയ ഉപകരണങ്ങൾ വെച്ചുകൊണ്ടാണ് മാസപ്പിറവി വരെ ദർശിക്കുന്നത്. ഒന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഓരോ ദിവസവും ചന്ദ്രൻ്റെ ഉദയം, അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ, അതൊക്കെ ശാസ്ത്രകാരന്മാർ, ഗോളശാസ്ത്രകാരന്മാർ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് മുഹറം 1, 2 എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി കലണ്ടറിൽ രേഖപ്പെടുത്താൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഈ ചന്ദ്രൻ്റെ ഗമനം, പ്രയാണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അറിയാൻ പറ്റും എന്നാണ് മുഹറം 1, എന്നാണ് സഫർ 1 എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ആ അറിവ് അതൊരു കാണലാണ്. മനസ്സിലാകുന്നുണ്ടോ? അതായത് നിങ്ങൾ മാസം കണ്ടാൽ നോമ്പ് നോക്കുക പറഞ്ഞാൽ കാണൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് മാത്രമല്ല, അറിവ് കൊണ്ടും പഠനം കൊണ്ടും ചിന്ത കൊണ്ടുമുള്ള കാണൽ. ഖുർആനിൽ അങ്ങനെ ഇഷ്ടം പോലെ പറയുന്നുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. നമ്മളോട് ചോദിക്കാൻ, എല്ലാ മനുഷ്യന്മാരോടും ചോദിക്കാൻ, എന്താ ചോദിക്കുന്നത്? അലം തറ കൈഫ ഫഅല റബ്ബുക, നിന്റെ റബ്ബ് പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് നീ കണ്ടുപോ. ആനക്കാരെ സംബന്ധിച്ച് അവരെന്താണ് പ്രവർത്തിച്ചത് നീ കണ്ടുപോന്നോ? നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ചരിത്രം, അതുപോലെ ഖുർആനിൻ്റെ വ്യാഖ്യാനം, അതൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക എന്നതുപോലെ അങ്ങനെയാണ്. നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഖുർആനിൻ്റെയും ഹദീസുകളുടെയും തത്വങ്ങൾക്ക് യോജിച്ച നിലയിൽ വ്യാഖ്യാനിച്ച് അത് സ്വീകരിക്കുക എന്നുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പ്രവാചകൻ്റെ കാലത്ത് പള്ളികളുടെ മിമ്പർ എങ്ങനെയാണ്? ഈത്തപ്പനയുടെ കഷണമായിരുന്നു. ഇന്ന് മിമ്പർ എങ്ങനെയാണ്? ഈ പള്ളിയിൽ എങ്ങനെ മിമ്പർ? കോൺക്രീറ്റ് വാർത്തുകയാണ്. ഈത്തപ്പന തണ്ടുമയാണ് അയാൾ ഒത്തു പറയുന്നത്? അല്ല. അപ്പം മിമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിൻ്റെ ഉദ്ദേശം എന്ത്, ലക്ഷ്യമെന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആണ് പ്രവർത്തിക്കുന്നത്. എന്നതുപോലെ ഇവിടെ മാസം കാണുക എന്ന് പറഞ്ഞാൽ മാസപ്പിറവി ഉണ്ടായിട്ടുണ്ട് എന്ന് തെറ്റില്ലാത്ത കണക്കിൻ്റെ വെളിച്ചത്തിൽ അറിഞ്ഞാൽ അത് സ്വീകരിക്കാം എന്നുള്ളതാണ്. ക്ലിയറായല്ലോ? അപ്പോൾ ഇപ്പോൾ ഇത്രമാത്രമാണ് നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് കഴിഞ്ഞ് നമുക്ക് ചോദ്യോത്തരങ്ങളുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആദർശത്തിൽ പ്രിയമുള്ളവരെ അടിയുറച്ചു നിൽക്കുവാൻ മരണം വരെ ആരോടും ആദർശത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ സന്ധിയില്ലാതെ ഇത് കണ്ണിലെ കൃഷ്ണമണി സംരക്ഷിക്കുന്നത് പോലെ നമ്മൾ ഈ ആദർശം നെഞ്ചേറ്റണം. പണത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി, ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആദർശം കൈയൊഴിക്കാനായിട്ട് പാടുള്ളതല്ല. നമുക്ക് പലതും നഷ്ടപ്പെട്ടാലും ശരി ഈ ആദർശം നമ്മൾ ഒഴിവാക്കിക്കൂടെ പ്രിയമുള്ളവരെ. നമ്മൾ പറയുന്നത് എന്തെങ്കിലും വിഭാഗീയതക്കോ ആരെങ്കിലും തെറി പറയുവാനോ ഒന്നുമല്ല, മറിച്ച് കറകളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്, കറകളഞ്ഞ ഇസ്ലാമിക അധ്യാപനം അത് മുറുകെ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെടുന്ന യഥാർത്ഥ സ്വാലിഹീങ്ങളായിക്കൊണ്ട് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.